السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, മഹാനരായ അമീറുൽ മുഅ്മിനീൻ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിന്റെ സമയമാണ്. സത്യവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് രണ്ടാം സ്ഥാനക്കാരനായിട്ടുള്ള മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന് മുമ്പും ഇസ്ലാമിൽ വന്നതിനു ശേഷവും നാട്ടിലെ ഉന്നത നിലവാരം പുലർത്തിയ നേതാക്കളുടെ കൂട്ടത്തിൽ, ലീഡേഴ്സിന്റെ കൂട്ടത്തിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ എന്നാണ് പേര്, അബൂ ഹഫ്സ് എന്നാണ് അപരനാമം, അൽ ഫാറൂഖ് എന്നാണ് സ്ഥാനപ്പേര്. ഖത്താബ് ബിൻ നുഫൈൽ ആണ് പിതാവ്, ഹൻതമത്ത് ബിൻത് ഹിഷാം ആണ് മാതാവ്. മക്കയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനിച്ച നാട്ടിൽ തന്നെയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ആനക്കലഹ സംഭവത്തിന്റെ 14-ാം വർഷമാണ് മഹാനവറുകൾ ജനിച്ചത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഏതായാലും ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് മുമ്പ് ജാഹിലിയ്യ കാലത്ത് തന്നെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ മധ്യസ്ഥ പദവി ഏറ്റെടുക്കുകയും യുദ്ധങ്ങളോ മറ്റോ സംഭവിക്കുമ്പോൾ സമാധാന സംസ്ഥാപനത്തിനായി ഖുറൈശികൾ ഏൽപ്പിക്കുകയും ചെയ്തിരുന്ന നാട്ടിലെ പ്രമുഖനായിട്ടുള്ള ലീഡറാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നാൽ ഇസ്ലാമുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ നബി തങ്ങളുടെ കഠിന വിരോധികളിലും വിമർശകരിലും പെട്ട ഒരാളായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതേപോലെ മക്കയിലെ മറ്റൊരു ധീരനായി അറിയപ്പെട്ടിരുന്ന അബൂജഹൽ എന്ന് വിളിക്കുന്ന അംർ ബിൻ ഹിഷാമും. ഇവർ രണ്ടുപേരും ഒരു വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ എതിർ ദിശയിൽ നിൽക്കുന്ന ആളുകൾക്ക് വിജയം സാധ്യമല്ല എന്ന തോന്നൽ ഉണ്ടാക്കാൻ പറ്റും വിധം ശക്തന്മാരായിരുന്നു ഇവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവർക്ക് ഓരോ ദിവസവും അസഹനീയമായ വിഷമങ്ങളും അതേപോലെ പരിഹാസങ്ങളും പീഡനങ്ങളും ഏൽക്കുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തി: അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബി അഹബ്ബി ഹാദൈനി റജുലൈനി ഇലൈക ഉമർ ഇബ്നുൽ ഖത്താബി വ അംർ ബിൻ ഹിഷാം. അല്ലാഹുവേ, ഈ മഹത്തായ ഇസ്ലാമിനെ ഈ രണ്ടാളുകളുടെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണം. അതായത് ഉമർ ഇബ്നുൽ ഖത്താബ്, അംർ ബിൻ ഹിഷാം, അതായത് അബൂജഹൽ. ഈ രണ്ടിൽ നിന്ന് നിനക്ക് ഇഷ്ടമുള്ള ആളാരാണെങ്കിൽ അദ്ദേഹത്തെ ഈ ദീനിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഈ നാട്ടിലെ വിശ്വാസി സമൂഹത്തിന്റെ പ്രതിസന്ധികൾക്ക് നീ ഒരു പരിഹാരമുണ്ടാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. ആ ദുആയുടെ മഹത്വവും അതിന്റെ ഭാഗ്യവും ലഭിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ് എന്ന് ചരിത്രം പിന്നീട് തെളിയിച്ചു. മഹാനവറുകൾ ഈ ഇസ്ലാമിലേക്ക് വരുന്നതിന് വഴിയൊരുക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി വാളും കഴുത്തിൽ തൂക്കി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറപ്പെടുകയാണ്. ആ സമയത്ത് മക്കയിലുള്ള ചില പ്രമുഖരായ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്യാൻ പോകുന്നത്? അത്തരമൊരു പ്രവർത്തനം നടത്തിയാൽ അതുകൊണ്ടുണ്ടാകുന്ന അതിന്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അബ്ദുമനാഫിന്റെ കുടുംബം പിന്നെ വെറുതെ ഇരിക്കുമോ? എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? അവർ നിങ്ങളെ തിരിച്ചു കൊല്ലില്ലേ? എന്നുമാത്രമല്ല, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട നിങ്ങളുടെ സഹോദരിയും അതേപോലെ സഹോദരി ഫാത്തിമയും ഭർത്താവായ സഈദ് ഇബ്നു സൈദും റളിയല്ലാഹു അൻഹുമ അവര് തന്നെ വിശ്വസിച്ചിട്ടുണ്ടല്ലോ, ആദ്യം വീട് നന്നാക്കിയിട്ട് പോരെ നാട്ടിലേക്ക് ഇറങ്ങാൻ എന്ന് ചോദിച്ചപ്പോൾ കോപാന്ധനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രോഷത്തോടുകൂടെ പെങ്ങളുടെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തി വാതിലിൽ മുട്ടുമ്പോൾ വീട്ടിനകത്ത് വെച്ച് ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു പെങ്ങൾക്കും അതേപോലെ അളിയനും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവാണ് വാതിൽ മുട്ടുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഖബ്ബാബിനെ കാണാതിരിക്കാൻ അവരെ വീട്ടിൽ ഒളിപ്പിച്ചു. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ വാതിൽ തുറന്നു, ഖുർആനിന്റെ ഏടുകളും ഒളിപ്പിച്ചു വെച്ചു. എന്താണ് ആ കേട്ട ശബ്ദം എന്ന് ചോദിച്ചപ്പോൾ ഞാനും ഭർത്താവും സംസാരിച്ചിരിക്കുകയായിരുന്നു എന്ന് ഭർത്താവ് പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരിക്കലും അതല്ല, നിങ്ങൾ ആ സംസാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ സാധാരണഗതിയിലുള്ള സംസാരമല്ല, മറ്റെന്തോ ആണ് എന്ന് പറഞ്ഞു.
ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിങ്ങൾ മതം മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അളിയനായിട്ടുള്ള സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ അടിച്ചു. തടുക്കാനായി വന്ന ഭാര്യയെ അഥവാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളെ മുഖത്തടിച്ച് രക്തമൊലിപ്പിച്ചു. രോഷാകുലരായ സഈദ് റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹു പിന്നീട് നിലപാട് പ്രഖ്യാപിച്ചു, അതെ ഞങ്ങൾ ഇസ്ലാം മതത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്, ഫസ്ലമാ ബദാലക്ക്, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ, ഞങ്ങൾ അള്ളാഹുലും റസൂലിലും വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. അതോടുകൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പെങ്ങളുടെ മുഖത്തുനിന്ന് രക്തമൊലിക്കുന്നത് കണ്ടപ്പോ ഖേദം വരികയും ആ ഗ്രന്ഥം ഒന്ന് കാണിച്ചു തരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അത് ശുദ്ധിയില്ലാത്തവർക്ക് തൊടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരെ പിന്തിരിപ്പിച്ചു. മാത്രവുമല്ല അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ അതിനോട് കാണിക്കേണ്ട റെസ്പെക്ട് കാണിക്കാതെ വരുമോ എന്ന് എനിക്ക് ഭയമുണ്ടെന്നും പറഞ്ഞു. ഒരിക്കലും അത് ചെയ്യില്ലെന്ന് പറഞ്ഞു. പുറത്തുപോയിട്ട് കുളിച്ചു വന്നു. ആ ഖുർആനിന്റെ സൂറത്തു താഹായുടെ 1 മുതലുള്ള 8 ആയത്തുകൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഖുർആനിൽ നിന്ന് വായിക്കുകയുണ്ടായി. താഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ എന്ന് തുടങ്ങുന്ന സൂറത്തു താഹായുടെ 8 സൂക്തങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വായിച്ചു തീർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ അഹ്സന ഹാദൽ കലാമ വഅക്രമ, ഇതെന്തൊരു സുന്ദരമായ സംസാരമാണ്, എന്തൊരു ആദരണീയമായിട്ടുള്ള പ്രയോഗങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ സമയത്ത് ഇസ്ലാമിനോടൊരു സിമ്പതി അദ്ദേഹത്തിന്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ മറഞ്ഞു നിൽക്കുന്ന ഖബ്ബാബുൽ അറത്ത് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രാർത്ഥന ഇന്നലെ നടത്തിയിരുന്നു, ആ പ്രാർത്ഥനയുടെ ഗുണം നിങ്ങൾക്കാണ് കിട്ടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുകയും ചെയ്തു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ദാറുൽ അർഖമിൽ ഇരിക്കുന്ന നബി തങ്ങളുടെ അടുത്തേക്ക് ഖബ്ബാബുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹു പോയി. വാതിൽ തുറക്കാൻ പലർക്കും ധൈര്യം വരുന്നില്ലെങ്കിലും നബി തങ്ങൾ വാതിൽ തുറക്കാൻ പറഞ്ഞു. രണ്ടുപേര് അദ്ദേഹത്തെ പ്രത്യേകമായ ഒരു പ്രത്യേക ആക്ഷനിൽ പിടിച്ചുകൊണ്ടാണ് നബി തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ആ സമയത്ത് മുത്തനബി പറഞ്ഞു, ഉമറിനെ വിട്ടേക്കൂ, അദ്ദേഹം ഇങ്ങോട്ട് വരട്ടെ. നബി തങ്ങളുടെ അടുത്ത് എത്തിയ ഉടനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അടുത്തേക്ക് അദ്ദേഹത്തെ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അസ്ലിം യബ്നൽ ഖത്താബ്, ഖത്താബിന്റെ മോനെ നിങ്ങൾ മുസ്ലിം ആകണം എന്ന് പറഞ്ഞു. ഉടനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. അന്ന് ദാറുൽ അർഖമിലുണ്ടായിരുന്ന സത്യവിശ്വാസികൾക്കുണ്ടായ സന്തോഷത്തിന്, ആനന്ദത്തിന് അതിരുകളില്ല എന്നാണ് മഹാന്മാരായ സഹാബത്ത് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നമ്മൾ സത്യത്തിലല്ലേ, പിന്നെ എന്തിനിങ്ങനെ മറഞ്ഞിരിക്കണം? അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അതിന്റെ തൊട്ട് മുമ്പ് മുസ്ലിമായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും നേതൃത്വത്തിൽ 2 സംഘങ്ങളായി തക്ബീർ വിളിച്ചുകൊണ്ട് കഅബാലയത്തിന്റെ അടുത്തേക്ക്, മസ്ജിദുൽ ഹറാമിന്റെ അടുത്തേക്ക് അവർ നീങ്ങുകയുണ്ടായി. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ഈ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും നേതൃത്വത്തിൽ കഅബയിലേക്ക് മാർച്ച് ചെയ്യുന്നത് കണ്ട ശത്രുക്കൾക്ക് സഹിക്കാനാവാത്ത ദുഃഖമുണ്ടായി. പക്ഷേ ഇസ്ലാമിനെ ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുത്തുന്നതിന്റെ ചാലകശക്തിയായി വർത്തിക്കാൻ അവസരം കിട്ടിയ മഹാനരായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മുത്തനബി അൽ ഫാറൂഖ്, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വേർതിരിക്കുന്നയാൾ എന്ന സ്ഥാനപ്പേര് നൽകുകയുണ്ടായി എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് അങ്ങോട്ട് അതിശക്തമായ ഒരു പോരാളിയുടെ വീര്യത്തോടുകൂടെ ശക്തമായ ഊർജ്ജം സംഭരിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിനു വേണ്ടിയും അതിന്റെ പുരോഗതിക്കു വേണ്ടിയുമുള്ള പ്രവർത്തനത്തിൽ മുഴുകി. ആ സമയത്ത് നിങ്ങൾ നോക്കൂ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന് മദീനയിലേക്ക് ഹിജറ പോകാനുള്ള അനുവാദം കിട്ടിയപ്പോൾ പരസ്യമായി ഖുറൈശി നേതാക്കളെ വെല്ലുവിളിച്ച് തടയാൻ തന്റെ ഇടമുള്ളവരുണ്ടെങ്കിൽ ഹറമിന്റെ പുറത്തേക്ക് തന്നേമിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജറ പോയത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മദീനയിലേക്കുള്ള പലായനം അത് വാസ്തവത്തിൽ ചരിത്രത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റായി ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന ഇസ്ലാമു ഉമർ ഇസ്സൻ വഹിജറതുഹു നസ്റൻ വഇമാറതുഹു റഹ്മതൻ വല്ലാഹി മസ്തതഅന അൻ നുസല്ലി ഹൗലൽ ബൈത്തി ലാഹിരീന ഹത്താ അസ്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായത് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഒരു വലിയ മഹത്വത്തിന്റെയും അതേപോലെ തന്നെ നിലനിൽപ്പിന്റെയും കാരണമാവുകയും
അദ്ദേഹത്തിന് മദീനയിലേക്കുള്ള ഹിജറ ഇസ്ലാമിന് വലിയ സഹായമായി മാറുകയും അദ്ദേഹം അധികാരമേറ്റെടുത്തപ്പോൾ സമൂഹത്തിന് വലിയൊരു കാരുണ്യമായി മാറുകയും ചെയ്തു. അള്ളാഹുനെ തന്നെ സത്യം മസ്തത്താനാൻ നുസല്ലിയ ഹൗലുൽ ബൈത്ത് ലാഹിദീൻ പരസ്യമായി കഅബാലയത്തിന്റെ അടുത്ത് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല ഹത്താ അസ്ലമ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നത് വരെയെന്ന്. അപ്പൊ ആ നിലയ്ക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രം രചിക്കുകയാണ് ഇസ്ലാമിന്റെ പ്രവർത്തനത്തിന്റെ രംഗത്ത് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന് ധാരാളം പദവികളും സ്ഥാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. പ്രമുഖ സഹാബിമാരിൽ ഒരാൾ എന്ന സ്ഥാനം, 4 ഖലീഫമാരിൽ ഒരാൾ എന്ന മഹത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മോശൻ അഥവാ ഭാര്യയുടെ ഉപ്പ എന്ന സ്ഥാനം, അതുപോലെ തന്നെ പാണ്ഡിത്യത്തിന്റെ നിറകുടമായി അറിയപ്പെട്ട മഹാൻ, ദുനിയാവിനോടുള്ള ഇഷ്ടമില്ലായ്മ എന്നത് ശരിയായ വിധത്തിൽ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കിയ സാഹിദ്, അങ്ങേയറ്റം പ്രജാതൽപരനും വത്സരനുമായിട്ടുള്ള ഭരണാധികാരി എന്നിങ്ങനെയുള്ള ഒട്ടനവധി സ്ഥാനങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തേടിയെത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുക്കാൻ അവസരമുണ്ടായി. പല വിഷയങ്ങളിലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ അഭിപ്രായം ചോദിക്കുകയും ആ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യം നബി തങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായങ്ങളോടൊത്തുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ധാരാളം സൂക്തങ്ങൾ അവതരിച്ചതായി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. 3 എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. അല്ല, ചരിത്രം വിശദമായി പരിശോധിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിനനുസരിച്ച് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നോക്കൂ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബാലയത്തിന്റെ പുനർനിർമ്മാണം നടത്തുന്ന സമയത്ത് ചുമര് ഉയർന്നു വന്നപ്പോൾ കയറി നിൽക്കാൻ വേണ്ടി ഉപയോഗിച്ച സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ലാണല്ലോ മഖാം ഇബ്രാഹിം എന്ന് പറയുന്നത്. ആ കല്ല് കഅബാലയത്തിന്റെ പരിസരത്ത് ഉണ്ടായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, ഈ കല്ലിനെ നമ്മൾ പ്രത്യേകം ആദരിക്കുകയും അതോടൊപ്പം ഇതിന്റെ പുറകിൽ നിന്ന് തവാഫ് കഴിഞ്ഞിട്ടുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിക്കാൻ ഒരു അവസരം ഉണ്ടാക്കുകയും ചെയ്താൽ നന്നായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അല്ലാഹു തആല അഭിപ്രായത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ ഖുർആനിൽ ആയത്തിറക്കി, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. നിങ്ങൾ ഇബ്രാഹിം മഖാമിനെ നിസ്കാര സ്ഥലമാക്കണം. അഥവാ തവാഫ് കഴിഞ്ഞിട്ടുള്ള സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അതിന്റെ പുറകിലായിട്ട് നിസ്കരിക്കുന്നത് പ്രാധാന്യമുള്ളതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, യദ്ഖുലു അലൈക്കൽ ബിർറു വൽ ഫാജിർ. തങ്ങളുടെ അടുത്തേക്ക്, ഞങ്ങളുടെ വീട്ടിലേക്ക് നല്ലവരും അല്ലാത്തവരും ഒക്കെ വരും. തമ്മാടികളും ദുശ്ചിന്തയുള്ളവരൊക്കെ വരുന്നുണ്ടാകും. അപ്പൊ തങ്ങളുടെ ഭാര്യമാരിങ്ങനെ എല്ലാവരും വരുമ്പോൾ വീട്ടിന്റെ പുറത്തേക്ക് വരുന്നത് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഭാര്യമാരോട് തങ്ങൾ മറഞ്ഞിരിക്കാൻ വേണ്ടി പറയണം, പുരുഷന്മാരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടരുതെന്ന് പറയണം. പക്ഷെ നബിതങ്ങൾക്ക് അത്തരമൊരു തീരുമാനം ഒറ്റയടിക്ക് പറയാൻ കഴിയില്ലല്ലോ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിൻ. നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് ഇനി വല്ലതും ചോദിക്കുകയാണെങ്കിൽ മറയുടെ പിന്നിൽ നിന്നായിരിക്കണം ചോദിക്കേണ്ടത്. പരസ്പരം കാണാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിനും അവരുടെ ഹൃദയത്തിന്റെയും പരിശുദ്ധിക്ക് നല്ലത് അതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താല്പര്യം പോലെയാണ് അല്ലാഹു തആല ഖുർആനിൽ ആയത്തിറക്കിയത്. മറ്റൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനയിൽ ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടാക്കിയ, തങ്ങളെ വല്ലാതെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുള്ള കപടന്മാരുടെ നേതാവായ അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സലൂൽ എന്ന് പറയുന്ന അവൻ മരിച്ചപ്പോ, ആ അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സലൂലിന്റെ മകൻ ഒരു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നല്ല സ്വഹാബിയുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം, ആവശ്യപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കുപ്പായം അയാളെ കഫൻ ചെയ്യാൻ കൊടുക്കുകയും അതോടൊപ്പം ആ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുകയും ചെയ്തു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, തങ്ങൾക്കും ഇസ്ലാമിനും അത് അങ്ങേയറ്റം ദുരിതമുണ്ടാക്കിയ ഈ ചങ്ങാതിക്ക് തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കുന്നത് ശരിയാണോ? അള്ളാഹുന്റെ റസൂല് പറഞ്ഞു, എന്നെ അള്ളാഹു തആല വിലക്കിയിട്ടില്ലല്ലോ. വിലക്കാത്ത കാലത്തോളം എനിക്ക് ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു വലിയ പ്രയാസം തോന്നിയ സമയം, പക്ഷെ അള്ളാഹു തആല ആ പ്രയാസം പരിഹരിച്ചു കൊടുത്തു. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബ്രിഹി ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി വമാതു വഹും ഫാസിഖൂൻ. സൂറത്തുൽ തൗബ 9-ാം അധ്യായത്തിന്റെ 84-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല ആയത്ത് വിശദീകരിച്ചു. ഇത്തരക്കാരായിട്ടുള്ള ഒരാൾക്കും തങ്ങൾ നിസ്കരിക്കുകയോ അവരുടെ ഖബറിന്റെ അടുത്ത് നിൽക്കുക പോലും ചെയ്യാൻ പാടില്ല എന്ന്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവകാശം ചോദിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കിയ ഒരു ഘട്ടം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ നിലപാടിനെതിരെ അവരോട് പറഞ്ഞു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യരുത്. കാരണം നിങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ ത്വലാഖിൽ ഒഴിവാക്കിയാൽ നിങ്ങളെക്കാളൊക്കെ മെച്ചപ്പെട്ട സ്ത്രീകളെ അല്ലാഹു തആല നബി തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന്. അതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ ആയത്തിറക്കി 66-ാം അധ്യായം സൂറത്തു തഹരീമിന്റെ 5-ാം സൂക്തം. അസാ റബ്ബുഹു ഇൻ തല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്ത് ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ തയ്യിബാത്തിൻ വഅബ്കാറാ. അല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അതേ ആശയത്തെ അല്ലാഹു തആല സ്ഥിരീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് തന്റെ പ്രധാനപ്പെട്ട ഉപദേഷ്ടാവായിരുന്നു. ഖുർആൻ ക്രോഡീകരണം മനപ്പാടമുള്ള ധാരാളം ഹാഫിദുകൾ യമാമ യുദ്ധത്തിലും മറ്റും മരിച്ചപ്പോൾ ഖുർആനിന്റെ ക്രോഡീകരണം നടത്തണമെന്ന ആവശ്യം ഉമർ റളിയല്ലാഹു അൻഹു ആണ് മുന്നോട്ട് വെച്ചതും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ട് സമ്മതിപ്പിച്ചതും. ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം സേവനങ്ങൾ ഈ ഉമ്മത്തിന് നൽകിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പക്ഷേ തന്റെ സ്വന്തം ജീവിതത്തിൽ അങ്ങേയറ്റത്തെ വിനയവും ലാളിത്യവും അതേപോലെ വലിയ ഭക്തിയും ജീവിതത്തിൽ കൊണ്ടുപോയ ആളാണ് എന്ന് കാണാവുന്നതാണ്. അദ്ദേഹത്തിന്റെ കൈകളിൽ ഭൂമിയുടെ ഖജനാവുകൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയപ്പോഴും വിനയത്തിനും ലാളിത്യത്തിനും അതേപോലെ ദുനിയാവിനോടുള്ള വിരക്തിക്കും യാതൊരു വിധത്തിലുള്ള കുറവും മഹാനവകൾക്കുണ്ടായില്ല എന്ന് മാത്രമല്ല 14 കഷ്ണം വരെ വെച്ച കുപ്പായം ധരിച്ച അവസ്ഥ വരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ എപ്പോഴും അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ ഞാൻ എന്താവും എന്നതിനെക്കുറിച്ചുള്ള ശക്തമായ ചിന്തയുണ്ടായിരുന്നുവെന്നും ഒരു പുൽക്കൊടി കണ്ടാൽ ഇതായിരുന്നുവെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാനായിരുന്നു എന്ന് പറയാറുണ്ടെന്നും എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പോലും പരലോകത്തെ വിചാരണയുടെ തീക്ഷ്ണമായ സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആത്മകഥം ചെയ്യാറുണ്ടെന്നുമൊക്കെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ കേട്ടിട്ട് പലപ്പോഴും ബോധരഹിതനായി പോകുന്ന അബോധാവസ്ഥയിലായി പോകുന്ന അവസ്ഥ വരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിട്ടുണ്ട്. സ്വന്തം കുറവുകളും പോരായ്മകളും ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ആ ചൂണ്ടിക്കാണിക്കുന്നവരോട് തനിക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്ന് കൂടി ചരിത്രം രേഖപ്പെടുത്തുന്നു. നോക്കൂ, മഹാനവറുകൾ പറയുന്നുണ്ട്, അഹബ്ബുന്നാസി ഇലയ്യ മൻ റഫഅ ഇലയ്യ ഉയൂബി. ജനങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് എന്റെ പോരായ്മകളെ എന്നോട് ചൂണ്ടിക്കാണിച്ചു തരുന്ന ആളാണ്. മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം, റഹിമല്ലാഹു ഇംറഅൻ അഹ്ദാ ഇലയ്യ ഉയൂബി. എന്റെ പോരായ്മകളെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നവരെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ തനിക്ക് എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് അംഗീകരിക്കാനും അദ്ദേഹത്തോട് സന്തോഷത്തോടുകൂടെ അത് സ്വീകരിക്കാനും വലിയ വിശാലമായ മനസ്സായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിലെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം തന്നെയാണ് എന്ന് പറയാതിരിക്കാനാവില്ല. മുസ്ലിം സമുദായം തന്റെ ശേഷം ഭിന്നിക്കാതിരിക്കാൻ ഒന്നാമത്തെ ഖലീഫയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണം ആസന്നമായപ്പോൾ പ്രമുഖ സഹാബിമാരുമായി ആലോചിച്ച് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ ശേഷമുള്ള ഖലീഫയായി നാമനിർദ്ദേശം ചെയ്തത് നമുക്കറിയാം. ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ച ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു രാജ്യത്ത് നീതിയും സമാധാനവും നടപ്പിലാക്കുകയും ജനങ്ങൾക്ക് ഐശ്വര്യവും അതേപോലെ സ്വയം പര്യാപ്തതയും നൽകുന്നതിനാവശ്യമായ നിലപാടുകൾ എടുക്കുകയും സൈന്യങ്ങളെ സജ്ജമാക്കി ആവശ്യമുള്ളിടത്ത് യുദ്ധം നയിക്കുകയും ശത്രുരാജ്യങ്ങൾ ജയിച്ചടക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. നീതിയും അതേപോലെ നിഷ്പക്ഷതയും ഭരണത്തിന്റെ മുഖമുദ്രയായി ഉമർ റളിയല്ലാഹു അൻഹു നടപ്പാക്കി. നമ്മുടെ മഹാത്മജി പോലും ഇന്ത്യ രാജ്യത്തിന് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണം ഞാൻ അഭിലേഷിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം മറ്റൊന്നല്ല എന്ന് ചരിത്രം വിവരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. നീതി നടപ്പിലാക്കാനും അതേപോലെ തന്നെ നാട്ടുകാരുടെയും രാജ്യത്തിന്റെയും ക്ഷേമം ഉറപ്പുവരുത്താനും മഹാനവറുകൾ ഉത്തരവ് നൽകുക മാത്രമല്ല അതിന് സ്വന്തത്തെ തന്നെ സമർപ്പണം നടത്താനുള്ള പ്രവർത്തനം കൊണ്ട് അത് അടയാളപ്പെടുത്തുന്ന രീതിയാണ് ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത്. രാത്രിയുടെ ഓരോ സമയങ്ങളിൽ ഒഴിഞ്ഞ ഭാഗങ്ങളിലൂടെ നടക്കുകയും ജനങ്ങളുടെ സ്ഥിതിഗതികൾ അന്വേഷിക്കുകയും അതിന്റെ ഇടക്ക് പ്രയാസപ്പെടുന്നവരെ കണ്ടാൽ അവർക്ക് വലിയ സേവനങ്ങൾ സ്വന്തം തന്നെ ചെയ്തു കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്തതിന്റെ ഹൃദയസ്പർക്കായ ധാരാളം കഥകൾ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. പ്രസവവേദന ഇളകി സ്വന്തം ഭർത്താവ് മാത്രമുള്ളായി വിഷമിക്കുന്ന കുടുംബത്തിന്റെ അടുത്തേക്ക്
അവർക്ക് ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ഒരുക്കി സ്വന്തം ഭാര്യയെയും കൂട്ടിയിട്ട് പേറ്റുനോവെടുക്കാൻ സ്വന്തം ഭാര്യയെ ഏർപ്പാടാക്കിയ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് എങ്ങനെയാണ് അത്ഭുതത്തോടെ അല്ലാതെ ഓർക്കാനാവുക എന്ന് നമ്മൾ ചിന്തിക്കണം. കഷ്ടത അനുഭവിക്കുന്നവരുടെ കഷ്ടപ്പാട് മാറ്റാനും പ്രതിസന്ധികളിലാകപ്പെട്ടവർക്ക് ആശ്വാസം പകരാനും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടച്ച് നമുക്ക് ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ എന്ന പേര് ആദ്യമായിട്ട് നടപ്പാക്കിയത് മഹാനവറുകളാണ്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഭരണാധികാരിക്ക് അമീറുൽ മുഅ്മിനീൻ എന്ന പേരില്ല. അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും അഭിസംബോധന ചെയ്യുന്നത് ഖലീഫത്തു റസൂലില്ലാഹി എന്നാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം വന്നപ്പോ ഖലീഫത്തി റസൂലില്ല എന്ന് പറയേണ്ടി വന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിങ്ങനെ പോയാൽ ഇനി എന്റെ ശേഷം വരുന്ന ആൾക്ക് ഒന്നുകൂടി ഒരു ഖലീഫയും കൂടെ അഡീഷണൽ ആയിട്ട് കൂട്ടണ്ടേ, പിന്നെ വരുന്ന ആൾക്ക് ഒന്നും കൂടെ കൂട്ടണ്ടേ, അപ്പൊ പേരങ്ങനെ നീണ്ടുപോകും. അതുകൊണ്ട് ഇനി മുതൽ ഭരണാധികാരിയെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചാൽ മതി എന്ന് ബഹുമാനപ്പെട്ടവരുടേതാണ് ആ വിഷയത്തിലുള്ള തീരുമാനം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തനിക്ക് മാത്രമല്ല, തന്റെ ജീവിതത്തിൽ മാത്രമല്ല, തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അതേ വാഹനത്തിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും ഒക്കെ ലാളിത്യം പാലിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശം നൽകിയത് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ അവന്റെ സ്വത്ത് വകകൾ രേഖപ്പെടുത്തുകയും തന്റെ ആ ഉദ്യോഗത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് അത് വർദ്ധിച്ചതായി കണ്ടാൽ, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായി കണ്ടാൽ അയാളെ വിചാരണയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്ന സാമ്പത്തിക രംഗത്തെ ഒരിക്കലും തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലുള്ള ഒരു അഴിമതിയുടെ സാഹചര്യങ്ങൾ വരാതിരിക്കാനുള്ള നല്ല ജാഗ്രത മഹാനവറുകൾ പാലിച്ചിരുന്നു. ഒരു കാര്യം മഹാനവറുകൾ നിരോധിച്ചാൽ അത് സ്വന്തം കുടുംബത്തിൽ തന്നെ ആദ്യമായി നടപ്പാക്കി മാതൃക കാണിക്കുന്ന രീതി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖമുദ്രയാണെന്ന് കാണാൻ സാധിക്കും. ഭക്ഷണം കിട്ടാതെ വരുന്നവർക്ക് വേണ്ടി ദാറുൽ ദഖീഖ് എന്നൊരു ഭക്ഷണശാല ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഏർപ്പെടുത്തിയത് തന്റെ ഭരണത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഹിജ്റയുടെ 16-ാം വർഷം ഹിജ്റ കലണ്ടർ നടപ്പാക്കിയത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിലാണ്. ഇറാഖിനെ രണ്ടു ഭാഗമാക്കി വിഭജിച്ച് ഒന്നാമത്തേതിന്റെ തലസ്ഥാനം കൂഫയും രണ്ടാമത്തേതിന്റെ തലസ്ഥാനം ബസറയുമായി നിശ്ചയിച്ചതും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ഹിജ്റയുടെ 17-ാം വർഷം മക്കയിലെ മസ്ജിദുൽ ഹറാമും മദീനയിലെ മസ്ജിദുൽ നബവിയും വികസിപ്പിക്കുക എന്ന വളരെ ശ്രമകരമായ ഒരു ജോലി കൂടി, ഒരു സേവനം കൂടി ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുണ്ട്. മക്ക മദീന റൂട്ടിൽ ദരിദ്രർക്ക് യാത്രാ സന്നാഹങ്ങൾ ഒരുക്കിയ പ്രത്യേകതയും മഹാനവറുകളുടെ ജീവിതത്തിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ഇമാമിന്റെ കീഴിൽ സംഘടിതമായി തറാവീഹ് നിസ്കാരം എന്ന റമദാനിലെ സ്പെഷ്യൽ നിസ്കാരം അത് സിസ്റ്റമാറ്റിക്കായി നടപ്പാക്കിയതിന്റെ ഒരു പ്രധാനപ്പെട്ട നേതൃത്വവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് നയിച്ചത് എന്ന് നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വിശ്വാസി പുലർത്തേണ്ടതായിട്ടുള്ള എല്ലാ നന്മകളും നടപ്പാക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ തന്നെ തുടങ്ങുകയും ചെയ്യുക എന്ന രീതി സ്വീകരിച്ചപ്പോൾ വരൾച്ച കൊണ്ടോ മറ്റോ ബുദ്ധിമുട്ടുന്ന സമയത്ത് മഹാന്മാരെ തവസ്സുലാക്കി ദുആ ചെയ്യുക എന്ന രീതി അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കി ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ബിനബിയിക, അല്ലാഹുവേ ഞങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന സമയത്ത്, മഴയുണ്ടാകുന്ന സമയത്ത് നബിയെ കൊണ്ട് തവസ്സുലാക്കാറുണ്ടായിരുന്നു. ഫതസ്തീന, നീ ഞങ്ങൾക്ക് മഴ തരാറുണ്ടായിരുന്നു. ഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിന ഫസ്തീന, ഞങ്ങൾ അബ്ബാസ് എന്നവരെന്ന റസൂലുള്ളാഹിന്റെ എളാപ്പാനെ കൊണ്ട് തവസ്സുലാക്കുന്നു, മഴ തരണം എന്ന് പറയുകയും അങ്ങനെ മഴ ലഭിക്കുകയും ചെയ്ത സംഭവവും ബുഖാരി തന്നെ സഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ഇടയാളന്മാരാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുന്ന രീതി ശിർക്കോ കുഫറോ തോന്നിയാസോ ഒന്നും അല്ലാന്ന് മാത്രമല്ല, അത് മുസ്ലിം ലോകം നടപ്പാക്കിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനമാണ് എന്നുകൂടി ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലും ചരിത്രത്തിലും നമുക്ക് കാണാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എന്ന് പറയുന്നത് വിജയങ്ങളുടേതായിട്ടുള്ള ഒരു വലിയ ജൈത്രയാത്ര തന്നെ നടത്തിയിട്ടുള്ളതാണ്. പേർഷ്യൻ സാമ്രാജ്യം മുഴുവനും കീഴടക്കി ഖാദിസിയ വിജയം ഉൾപ്പെടെ മദായിൻ പട്ടണം ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവരുന്നതുൾപ്പെടെ നഹാവന്ത് വിജയം ഉൾപ്പെടെ ചരിത്രത്തിൽ ഒട്ടനവധി സംഭവങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നായകത്വത്തിന്റെ വലിയ തെളിവും രേഖയുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റോമൻ സാമ്രാജ്യത്തിലും ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയും അതേപോലെ ബൈത്തുൽ മുഖദ്ദസ് ഉൾപ്പെടെ ഇസ്ലാമിന്റെ കീഴിൽ വരാനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുകയും ചെയ്തു. ആ ഉമർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഉടനീളം നടത്തിയിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അല്ലാഹുമ്മർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക വജഅൽ മൗതി ഫീ വലദി റസൂലിക, അല്ലാഹുവേ നിന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വവും മുത്തുനബിന്റെ നാട്ടിൽ മദീനയിൽ വെച്ചുള്ള മരണവും നീ എനിക്ക് നൽകണമെന്ന്. ഇത് രണ്ടും കൂടെ എങ്ങനെ നടക്കുമെന്ന് സ്വഹാബത്തിന് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു തആല അബൂ ലൂലൂത്തുൽ മജൂസി എന്ന് പറയുന്ന ഒരു അഗ്നി ആരാധകന്റെ കത്തി കാരണം
കൊലക്കത്തിക്കിരയായ ഉമർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി മരണപ്പെടുകയും അത് മദീനയിൽ വെച്ച് തന്നെ ആവുകയും ചെയ്തുകൊണ്ട് തന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായി എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തിനോടടുത്ത സമയം ഏറ്റവും കൂടുതൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ച ഒരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം അവരുടെ അടുത്ത് കടക്കാനാണ്. അതുകൊണ്ട് തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒരു ഖബറിനുള്ള സ്ഥലം ചോദിക്കാൻ ആവശ്യപ്പെടുകയും ഉമർ റളിയല്ലാഹു അൻഹു പോയി അത് ആവശ്യപ്പെടുകയും അതെനിക്ക് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു, പക്ഷേ ഖലീഫയുടെ ഈ സമയത്ത് ഈ ഒരാഗ്രഹം, അതിനുവേണ്ടി ഞാൻ എന്റെ താല്പര്യം മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞ് അത് മഹാനവറുകൾക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിട്ടു നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ പലയിടത്തും ഹദീസിലൊക്കെ നമുക്ക് കാണുന്നത് പോലെ നബി തങ്ങൾ പലപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂടെ ചേർത്തുകൊണ്ട് പലതും പറയാറുണ്ട്. കുന്തു അനാ വഅബൂബക്കറിൻ വഉമറു, ദഖൽതു അനാ വഅബൂബക്കറിൻ വഉമറു, ഖറജ്തു അനാ വഅബൂബക്കറിൻ വഉമറു, ദഹബതു അനാ വഅബൂബക്കറിൻ വഉമറു. ഞാനും സിദ്ദീഖും ഉമറും പോയി, ഞാനും സിദ്ദീഖും ഉമറും വന്നു, ഞാനും സിദ്ദീഖും ഉമറും പ്രവേശിച്ചു എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല കാര്യങ്ങൾ പറയുമ്പോഴും സിദ്ദീഖ് തങ്ങളെയും ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടി പറയാറുണ്ട്. ആ കൂട്ടായ്മ വഫാത്തിന് ശേഷം ഒന്നിച്ചു കിടക്കുന്നിടത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യമാക്കി കൊടുത്തു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകി സമൂഹത്തിന് വേണ്ട നെടുനായകത്വം നിർവഹിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തുനിന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിട പറയുമ്പോൾ ഇതുപോലെ ദുൽഹിജ്ജ മാസം 26 ബുധനാഴ്ച രാവിലാണ് മഹാനവറുകൾ ഹിജ്റയുടെ 23-ാം വർഷം ഈ ലോകത്തോട് വിട പറയുന്നത്. ആ വിട പറയുന്ന സമയത്ത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങൾ സമ്പാദിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും മുഅ്മിനീങ്ങൾ മുഴുവനും അല്ലാത്ത ആളുകൾ പോലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രം പഠിക്കുന്ന ആളുകളൊക്കെ ഏറ്റവും നന്നായി സന്തോഷത്തോടുകൂടെ മാത്രം വിവരിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് ജീവിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ദറജ വർദ്ധിപ്പിക്കുകയും അവരുടെ ബർക്കത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരികയും ചെയ്യട്ടെ. അവരൊക്കെ സിയാറത്ത് ചെയ്യാനും അവരുടെ പേരിൽ ഫാത്തിഹ ഓതാനും ഒക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അവരുടെ പേരിൽ ഫാത്തിഹ ഓതാനും അതേപോലെ തന്നെ മദീനയിലെത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളെയും സിദ്ദീഖ് തങ്ങളെയും ഉമർ റളിയല്ലാഹു അൻഹു അടക്കം മഹാന്മാരെയൊക്കെ സിയാറത്ത് ചെയ്യാനും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെ മഹിതമായ മാതൃകകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പരമാവധി സാംശീകരിക്കാൻ അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. സത്യത്തിനോട് മാത്രം കമ്മിറ്റ്മെന്റും പ്രതിബദ്ധതയും കാണിക്കുന്ന ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് നമ്മുടെ ജീവിതത്തിലും ഉയർത്തിപ്പിടിച്ച് ഒരു നല്ല മുസ്ലിം ആവാനുള്ള എല്ലാ ശ്രദ്ധയും നടപ്പാക്കാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.